കുറച്ച് ദിവസങ്ങളായി മഴയുടെ അളവിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ മിക്ക ജില്ലകളിലും കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴക്കാലം അവസാനിച്ചുവെന്ന തോന്നലുണ്ടാക്കുന്നു. എന്നിരുന്നാലും കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചനം അനുസരിച്ച് മഴ പൂർണ്ണമായി പിൻവാങ്ങിയിട്ടില്ല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് കാലാവസ്ഥാ മാറ്റങ്ങളുടെ പുതിയ ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഇവിടെയായിട്ടുള്ള മഴയും ഉഷ്ണവും ഒരേ സമയം അനുഭവപ്പെടുന്നു. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ നിലവിലൊരു പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും മഴയുടെ സാധ്യത നിലനിൽക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നു മുതൽ സെപ്റ്റംബർ 18 വരെ പ്രവചിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇടിമിന്നലുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടിമിന്നലുള്ള സമയത്ത് തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നതും കുളിക്കുന്നതും ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കാരണം പൈപ്പുകളിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും ശ്രദ്ധിക്കണം. ഇടിമിന്നലിൽ നിന്നുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഈ നിർദ്ദേശങ്ങൾ വ്യക്തിപരമായ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് നേരിയതോ മിതമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ്. കാരണം മഴക്കാലം സാധാരണയായി ഈ സമയത്ത് അവസാനിക്കാറുണ്ട്. ഈ മഴയുടെ കാരണം പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനങ്ങളും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവിലെ വർധനവുമാകാം. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് 65 കിലോമീറ്റർ വരെ വർദ്ധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അതീവ ജാഗ്രതയും പാലിക്കണം. അതേസമയം കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയെയും പൊതുജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. വേനൽ മഴ വിളകൾക്ക് ഗുണകരമാണെങ്കിലും ഇടിമിന്നലുള്ള മഴ കൃഷിയിടങ്ങൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട്. അപ്രതീക്ഷിതമായ അതിതീവ്ര മഴ, വരൾച്ച, ചുഴലിക്കാറ്റ് എന്നിവ സാധാരണമായിട്ടുണ്ട്. ഇത് ആഗോള കാലാവസ്ഥാ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. അന്തരീക്ഷത്തിലെ താപനില വർദ്ധിക്കുന്നതും സമുദ്രജലത്തിന്റെ താപനില കൂടുന്നതും ഇത്തരം പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റുകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുന്നത് പൊതുജനങ്ങൾക്ക് സഹായകമാകും. അടിയന്തര സാഹചര്യങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ജലസംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, കാർബൺ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തണം. ഈ ചെറിയ മഴ മുന്നറിയിപ്പുകൾ ഒരു വലിയ കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചനകളാകാം. അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്യേണ്ടതാണ്.